എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബിസിനസ് വിജയത്തിനായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളെ പറ്റിയാണ്. കാരണം വലിയ പ്രതീക്ഷയോടുകൂടി ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്ത് അവസാനം ആപ്പിലായി പോയ ഒരുപാട് ബിസിനസ്സുകാരെ നമുക്കറിയാം. ഇതിനൊക്കെയുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി മനസ്സിലാക്കാതെ പഠിക്കാതെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കിയതുകൊണ്ടാണ്. ഇന്ന് ഇൻ്റർനെറ്റിൻ്റെയും സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ ഉപയോഗം ദിനം പ്രതി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതും സർവ്വസാധാരണമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നോക്കുക, ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൊബൈൽ ആപ്പുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര എണ്ണം സക്സസ്ഫുൾ ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക. പലപ്പോഴും ഇതിൻ്റെ മേക്കേഴ്സായിട്ടുള്ള ആൾക്കാർ ആ കസ്റ്റമേഴ്സിൻ്റെ രീതി, കസ്റ്റമേഴ്സിൻ്റെ ഒരു സ്വഭാവത്തിൽ വരുന്ന മാറ്റം, അവരുടെ ലിമിറ്റഡ് ടൈം, ലിമിറ്റഡ് മണി അല്ലെങ്കിൽ ലിമിറ്റഡ് സ്പേസ് ടു ഇൻവെസ്റ്റ് ഇൻ എ മൊബൈൽ ഫോൺ, ഇതൊന്നും മുഖവരയ്ക്ക് എടുക്കാത്തത് കൊണ്ടും കൂടിയാണ് ഈ പരാജയം ഉണ്ടാവുന്നത്. അതുകൊണ്ടൊരു മൊബൈൽ ആപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതൊരു യുണീക്ക് വേയിലാണെങ്കിലാണ് കസ്റ്റമേഴ്സിൻ്റെ യൂസേഴ്സിൻ്റെ അറ്റൻഷൻ കിട്ടുകയും അവർ പെട്ടെന്ന് നമ്മുടെ ആപ്പിലേക്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലേക്ക് അവർ കസ്റ്റമറായി കടന്നു വരികയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടിപ്സ് ടു മേക്ക് എ സക്സസ്ഫുൾ മൊബൈൽ ആപ്പ്, ഞാനിതിൻ്റെ ഒരു ബിസിനസ് പോർഷനിൽ നിന്നുകൊണ്ടാണ് കേട്ടോ കൂടുതൽ സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഗീവ് റീജിയണൽ ടച്ച് ടു ദ ആപ്പ്. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും നമുക്കിതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻസിൻ്റെയൊക്കെ ആവശ്യകത വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് റീജിയണൽ അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യാനുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് ആളുകൾ കൂടുതൽ നോക്കുന്നത്. അതുകൊണ്ട് റീജിയണൽ ലാംഗ്വേജുകളിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു കസ്റ്റമൈസേഷൻ ആവശ്യമായിട്ട് വരും. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആപ്പ് നേരത്തെ മുതലുണ്ട്. അത്തരം ആപ്ലിക്കേഷനൊക്കെ കൂടുതൽ ഇന്ന് റീജിയണൽ ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക. അതുകൂടാതെ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴും ഇത്തരം റീജിയണൽ ലാംഗ്വേജിനുള്ള പ്രസക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക. 2, ആപ്പ് ഷുഡ് കൺസ്യൂം ലെസ് മൊബൈൽ സ്പേസ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ കൂടുതൽ ആളുകൾ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നത് ഒരു ഇടത്തരത്തിലുള്ള മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുകളാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഒരുപാട് സ്പേസ് ഉണ്ടാവില്ല, മൊബൈൽ മെമ്മറി പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സ്പേസ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. എക്സസീവായിട്ടുള്ള ഡാറ്റകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കൺസ്യൂം ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. എക്സസ് സ്പേസ് ഫോണിൽ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. 3, ലോഞ്ച് ഫ്രീ വേർഷൻ ഇനീഷ്യലി. ഏറ്റവും ആദ്യം ആളുകളെ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരണമെങ്കിലോ പരിചയപ്പെടുത്തണമെങ്കിലോ ഒരു ഫ്രീ വേർഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അവർ കൂടുതൽ എൻകറേജ് ചെയ്ത് ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കണം പിന്നീട് അതിൽ കൂടുതൽ ഉപഭോക്താക്കൾ വരുമ്പോൾ ചിലപ്പോൾ പെയ്ഡ് ആക്കാം, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള കുറച്ചും കൂടെ റവന്യൂ മോഡലുകൾ നമുക്ക് വർക്ക് ചെയ്യാം. 4, പേഴ്സണലൈസ് യുവർ ആപ്പ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളവിടെ കൊടുക്കണം. ചിലപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, കുറേ ആഡ് പോപ്പപ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ് വരിക, അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമർക്ക് താല്പര്യമില്ലാത്ത വിൻഡോകളൊക്കെ ഉണ്ടെങ്കിൽ അവർ പിന്നെ ആപ്പ് ഉപയോഗിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വരും. അതുകൊണ്ട് എന്ത് വേണം, പേഴ്സണലൈസേഷൻ സെറ്റിങ്സ് ഉണ്ടാവണം. കസ്റ്റമർക്ക് പ്രിഫറൻസ് ഉള്ള കണ്ടൻറ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. 5ാമത്തെ കാര്യം, മാർക്കറ്റിംഗ് ഓഫ് ആപ്പാണ്. ഒരു ലോഞ്ചിന് മുമ്പ് തന്നെ പോസ്റ്റ് ലോഞ്ച് ആക്ടിവിറ്റി എങ്ങനെ ചെയ്യുന്നു, പല മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളും എടുത്ത് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചില സ്ട്രാറ്റജികൾ എന്ന് പറയുന്നത് പ്രീ മാർക്കറ്റിംഗ്, ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയയിലും ടി വിയിലും ഔട്ട്ഡോർ മാർക്കറ്റിങ്ങിലും ഒക്കെ ഒരു ഗംഭീര ആപ്പ് വരുന്നതിൻ്റെ പ്രീ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി. പോസ്റ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെ വരും, ലോഞ്ച് ചെയ്തതിന് ശേഷം പല പ്ലാറ്റ്ഫോമുകളിലും അതിനെപ്പറ്റിയുള്ള അഡ്വർടൈസ്മെൻറ്റും ഓഫേഴ്സും ഡീലുകളും ഒക്കെ കൊടുത്ത് ആളുകളെ കൂടുതലിലേക്ക് കൊണ്ടുവരുന്നു. ക്രോസ് പ്രൊമോഷൻ പാർട്ട്നേഴ്സിനെ കണ്ടെത്തുന്നു. ചില ബ്രാൻഡ് പാർട്ട്നേഴ്സിനെ കണ്ടെത്തിയിട്ട് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ, നമ്മുടെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ട ആൾക്കാർ ആരാണോ, അവർ സാധാരണ പോകുന്ന മറ്റ് പ്ലാറ്റ്ഫോമുകളിലും മറ്റ് ആപ്ലിക്കേഷനുകളിലൊക്കെ ക്രോസ് പ്രൊമോഷണൽ പാർട്ട്നേഴ്സായിട്ട് കണ്ടെത്തി ബ്രാൻഡിങ് ചെയ്യുന്ന രീതി. പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, മേക്ക് അഫിലിയേറ്റ്സിനെയും അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു വലിയ നെറ്റ്വർക്ക് കൊണ്ടുവരിക, ഓൺലൈനിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് അത് പ്രൊമോട്ട് ചെയ്യുക. റെഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഫറൻസ് മോഡൽ, റെഫറൽ പോയിന്റുകൾ കൊടുത്തുകൊണ്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്ന് ന്യൂ കസ്റ്റമർ ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെ മാർക്കറ്റിംഗ് ഓഫ് ആപ്പിൻ്റെ സമയത്ത് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. 6ാമത്തെ കാര്യം, ഫോക്കസ് ഓൺ ആപ്സ് പെർഫോമൻസ്. ഈ ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസിൽ ഫോക്കസ് ചെയ്യുക. ഫാസ്റ്റ് പ്രോസസ്സിംഗ് ആണോ, ഫാസ്റ്റ് പ്രോസസ്സിംഗ് സ്പീഡ് എത്രത്തോളം ഉണ്ട്, ഫാസ്റ്റ് ഡൗൺലോഡ് ആണോ, അപ്ലോഡിംഗ് സ്പീഡ്, ബഗ്ഗുകളില്ലാതെ പോവുക, എറർ ഫ്രീ ആയിട്ട് പോവുക, അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറായിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള രീതിയിലാണോ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. 7ാമത്തെ കാര്യം, എസ്റ്റാബ്ലിഷ് ഫ്രണ്ട്ലി എൻഗേജ്മെൻറ്റ് വിത്ത് കസ്റ്റമേഴ്സ്. നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് എൻഗേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2-വേ കമ്മ്യൂണിക്കേഷനുള്ള ചാൻസ് ആപ്ലിക്കേഷനിൽ ഉണ്ടാവണം. പുഷ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത് എക്സസ് ആവാതെ സൂക്ഷിക്കുക. സജഷൻസും ഫീഡ്ബാക്കും എടുക്കുക. നല്ലൊരു എലഗൻ്റ് എക്സ്പീരിയൻസ് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ കൊടുക്കുക. അതിൻ്റെ ഡിസൈൻ, UI UX ഡിസൈനും പാർട്ടും ഒക്കെ വളരെ അട്രാക്റ്റീവ് ആക്കുക.
എട്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇന്ന് റെലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, എൻഷുർ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ പ്രൈവസി. കാരണം കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഈ അടുത്ത കാലത്ത് കാണുന്നത് ഒരുപാട് ചൂഷണം നടക്കുന്നുണ്ട് ഈ ആപ്പുകളുടെ. അതിനെ ഫ്രണ്ട് എൻഡിൽ നിർത്തിക്കൊണ്ട് പുറകിലൂടെ പല ഡാറ്റകളും അടിച്ചുകൊണ്ട് പോകുന്ന രീതി നമ്മൾ കാണുന്നുണ്ട്. എസ്പെഷ്യലി ബാങ്ക് അക്കൗണ്ട് നമ്പർ, നെറ്റ് ബാങ്കിങ് പാസ്വേഡ്, പാൻ കാർഡ്, ID കാർഡ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സെക്യൂരിറ്റി മെഷേഴ്സിന് വരെ കോട്ടം തട്ടാവുന്ന പല ഇൻഫർമേഷനും ഫോണിൽ കൂടെ ഡാറ്റയായിട്ട് ചോർത്തുന്ന രീതികളുണ്ട്. ഈവൻ ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് വരെ വളരെയധികം പ്രസക്തമായിട്ട് ഈ ഒരു വിഷയത്തെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിൽ ഡാറ്റകൾ ചോർച്ചയുണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ ഒന്നും ബാധിക്കാത്ത രൂപത്തിൽ സൈബർ സെക്യൂരിറ്റി മെഷേഴ്സും ഡാറ്റ പ്രൈവസി മെഷേഴ്സും ഒക്കെ എൻഷുർ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഈ 8 കാര്യങ്ങളും വളരെ പ്രസക്തമായ കാര്യമാണ്. റീജിയണൽ ടച്ച് കൊടുക്കുക, അതുപോലെ ഏറ്റവും കുറഞ്ഞ സ്പേസിൽ ഈ ആപ്പിൻ്റെ ഉപയോഗം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, ഫ്രീ വേർഷൻ ഇനീഷ്യലി ലോഞ്ച് ചെയ്യുക, പേഴ്സണലൈസ് ചെയ്യുക, മാർക്കറ്റിംഗ് ശ്രദ്ധിക്കുക, പെർഫോമൻസ് ആപ്പിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഫ്രണ്ട്ലി എൻഗേജ്മെൻറ്റ് കസ്റ്റമറായിട്ട് കൊണ്ടുവരിക, സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ പ്രൈവസി ഉറപ്പുവരുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ സ്ഥാപനത്തിന് അടുത്തൊരു ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാനും കൂടെ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ നല്ലൊരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ബിസിനസ്സിന് എന്നും ശുഭകരമായ നല്ല ഉയർച്ച ഉണ്ടാക്കി തരുന്നതാവട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.